റെഡി. പ്രിയപ്പെട്ടവരെ, എൻ്റെ അപ്പയുടെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തിനോടൊപ്പം നമ്മുടെ പ്ലാനിംഗ് ബോർഡിൽ പ്രവർത്തിച്ച, അതുപോലെ തന്നെ വർഷങ്ങൾ, പതിറ്റാണ്ടുകൾ ശ്രീ MVRൻ്റെ ദേഹവിയോഗത്തിന് ശേഷവും അതിന് മുമ്പുമൊക്കെ UDF-മായി ചേർന്ന് പ്രവർത്തിക്കുമ്പോഴൊക്കെ അപ്പയുടെ ഏറ്റവും അടുപ്പം പുലർത്തിയ മുൻ ഇടതുപക്ഷം കൂടിയായ, ഇപ്പോഴും ഇടതുപക്ഷമാണ്, പക്ഷേ ഇടതുപക്ഷ ന്യൂ തിങ്കിങ് ലെഫ്റ്റിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട ജോണേട്ടൻ ഇന്ന് ഈ കല്ലറ വരുമ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ അധികം സന്തോഷിച്ചിരിക്കുക എൻ്റെ പിതാവായിരിക്കും ഇങ്ങനെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തെ പലതവണ പരിഗണിക്കുകയും പലതവണ MLA ആക്കണമെന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. പ്രിയപ്പെട്ട ജോണേട്ടനുമായിട്ട് ബന്ധം ദീർഘകാലത്ത്, എൻ്റെ ബന്ധം ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്കും ഒരു 30 വർഷത്തെ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകളും കുടുംബവുമായിട്ടുള്ള ബന്ധം, കാരണം മകള് എന്നോടൊപ്പം ഡൽഹിയിൽ പഠിച്ച ഒരു വ്യക്തിയാണ്. അവരിപ്പം ഇംഗ്ലണ്ടിൽ തന്നെയാണെന്ന്, അമേരിക്കയിലാണ്. അപ്പം അവരും ഒക്കെ വലിയ അടുത്ത ബന്ധം ഈ കുടുംബവുമായിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് കടന്നു വരുന്നു. മെയ് 4-ന് ശേഷം ഒരിക്കൽ കൂടി അങ്ങ് വരേണ്ടി വരും. MLA ആയിട്ട്, ഭാവി മന്ത്രിയായിട്ട് ഇവിടെ കടന്നു വരും എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. CMBയുടെ നേതാവായി അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു, കേരളത്തെ നയിക്കുവാൻ അദ്ദേഹം ഒരിക്കൽ കൂടി ഇവിടെ വരും. പ്രത്യേക സ്വാഗതം. ഈ പിതാവിനെ കാണുമെന്നുണ്ടെങ്കിൽ പ്രത്യേകം എല്ലാ UDF നേതാക്കൾക്കും നന്ദി. ഉമ്മൻചാണ്ടിയെ വല്ലാതെ മിസ് ചെയ്യുന്നു. ഉമ്മൻചാണ്ടിയില്ലാത്ത ആദ്യത്തെ ഇലക്ഷനാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഒന്നും പറയാനില്ല. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ വേദിയിലെത്താനും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനും സാധിച്ചു. വലിയ തൃപ്തിയുണ്ട്. എല്ലാവരുടെയും സഹായം. ഫോട്ടോ ഒരു മിനിറ്റ്. എല്ലാ വിജയങ്ങളും. താങ്ക് യു. അതോ മോശമല്ലേ കേട്ടോ. ഒരുപാട് ഓർമ്മകൾ ഉള്ള ഒരു നേതാവാണല്ലേ. ഓർമ്മകൾ ഓളം വെട്ടുന്ന ഒരു സന്ദർഭമാണ്. CMBയെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടി ഇല്ലാത്ത ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. 87 മുതൽ ഈ കഴിഞ്ഞ 40 വർഷമായിട്ട് അദ്ദേഹം നിരവധി തെരഞ്ഞെടുപ്പുകൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDF-ൽ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടിയും സഹായിക്കുന്നതിന് വേണ്ടിയും യത്നിച്ചതാണ്. പ്രത്യേകിച്ചും MVRൻ്റെ അഭാവത്തിൽ ഞങ്ങളുടെ പാർട്ടിയുടെ എല്ലാമായിരുന്നു. ഞങ്ങളുടെ പാർട്ടിയിൽ ചില പ്രശ്നങ്ങൾ വന്ന സമയത്ത് അത് നിർദ്ധാരണം ചെയ്യുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ ഉമ്മൻചാണ്ടി ഇടപെട്ടു എന്നതിനേക്കാളുപരി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്നുള്ള CMP കേരളത്തിലുണ്ടാകാൻ ബുദ്ധിമുട്ടായി. അതുകൊണ്ട് തന്നെ 9ാം പാർട്ടി കോൺഗ്രസ് കോട്ടയത്ത് നടന്നപ്പോൾ
ആദ്യമായിട്ടാണ് CMയുടെ ചരിത്രത്തിൽ ഒരു കോൺഗ്രസ് നേതാവ് മുഖ്യമന്ത്രി എന്നുള്ള നിലയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പാർട്ടി കോൺഗ്രസിൻ്റെ റാലി ഉദ്ഘാടനം ചെയ്തത്. എന്നും ഞങ്ങൾ ഉമ്മൻചാണ്ടിയെ ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ തലതൊട്ടപ്പനായിട്ട് കാണുന്നുണ്ട് 2014 ശേഷം. അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാം ജീവിതത്തിൽ അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണ്. MVR അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിലെ അംഗമായി ഇരുന്നു കൊണ്ടാണ് നമുക്കറിയാം വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ വലിയ തലത്തിൽ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതിനുശേഷം അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോൾ നമുക്കറിയാം കേരളത്തെ ആകെ മാറ്റിമറിക്കുന്ന തീരുമാനങ്ങൾ നിർഭയനായി എടുക്കാൻ ഉമ്മൻചാണ്ടിക്ക് സാധിച്ചു. കേരള ചരിത്രത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഒപ്പുണ്ട്. ഉമ്മൻചാണ്ടി കേരള രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ പ്രതീകമാണ്. ഞങ്ങൾക്കെല്ലാം ജ്യേഷ്ഠ സഹോദരനാണ്. ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രതിസന്ധികളിൽ ഞങ്ങളെ നയിച്ച രക്ഷകനാണ്. അദ്ദേഹത്തിൻ്റെ ഈ അപകടത്തിൽ ഞാനിന്ന് വരുമ്പോൾ എന്നോടൊപ്പം എൻ്റെ ഒരൊറ്റ സൈഡിൽ നിൽക്കുന്നത് ചാണ്ടിയുമ്മൻ്റെ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഞാനിവിടെ ഏതാണ്ട് ഒരു മാസത്തോളം വന്നെന്ന് നമുക്കറിയാം. അന്ന് ഒരു സാധാരണ തൊഴിലാളി സ്ത്രീ പറഞ്ഞൊരു കാര്യം ഞാൻ എല്ലായിടത്തും പറയാം. ആ വനിതയോട് ചോദിച്ചു ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ. ഒരു ഉമ്മൻചാണ്ടിയെക്കുറിച്ചെല്ലാം വിസ്തരിച്ചു പറഞ്ഞതിന് ശേഷം ആ ലേഖകൻ ചോദിച്ചു, നിങ്ങൾക്ക് ചാണ്ടി ഉമ്മനെ അറിയില്ലല്ലോ, ഉമ്മൻചാണ്ടിയല്ലേ അറിയൂ? ആ കർഷക തൊഴിലാളിയായ സ്ത്രീ പറഞ്ഞു, എനിക്ക് ചാണ്ടി ഉമ്മനെ അറിയില്ല, പക്ഷെ സാറ് വളർത്തിയ മോനല്ലേ എന്ന പ്രസ്താവന സത്യത്തിൽ നമുക്ക് പറയുമ്പോൾ ഹൃദയം നിറയും. അത് ഇന്ന് ചാണ്ടി ഉമ്മ അന്വർത്ഥമാക്കിയിരിക്കുന്നു കേരള രാഷ്ട്രീയത്തിൽ. ഞാൻ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ പ്രശംസിക്കുന്നില്ല. എത്രയോ വലിയ കാര്യങ്ങൾ കേരളത്തിന് വേണ്ടി നാടിനു വേണ്ടി ചെയ്യാൻ അദ്ദേഹം നമ്മോടൊപ്പമുണ്ട്. എനിക്കദ്ദേഹം ഒരു കുട്ടിയാണ്, എൻ്റെ മകളുടെ സഹപാഠിയായിരുന്നു, അവരുടെ പ്രായം ഒന്നാണ്. എന്തായാലും ആ തലമുറയിൽപ്പെട്ട ആളാണെങ്കിലും എൻ്റെ മക്കളുടെ പ്രായത്തിൽപ്പെട്ട ആളാണെങ്കിലും അദ്ദേഹം വലിയ ഉയരങ്ങളിലേക്ക് വരും. പുതുപ്പള്ളിയിലെ കോൺഗ്രസിൻ്റെ നേതാക്കൾ, UDF നേതാക്കൾ അവരെല്ലാവരും എത്തിയിട്ടുണ്ട്. അവർക്കെല്ലാം ഇങ്ങനായാലും അതേപോലെയായാലും അതുപോലെ തന്നെ നമ്മുടെ UDFൻ്റെ കൺവീനർ നന്ദിയും അതുപോലെ തന്നെ നമ്മുടെ രാജീവനും കുഞ്ഞിനെ പറഞ്ഞു കുഞ്ഞല്ലേ കുഞ്ഞില്ലമ്പിള്ളി എനിക്ക് കുഞ്ഞാണ്. അങ്ങനെ എല്ലാവർക്കും നന്ദി. എന്നോടൊപ്പം സുരേഷ് ബാബു എൻ്റെ പാർട്ടി സെക്രട്ടറി, എല്ലാവർക്കും നന്ദി. ഞാനിപ്പോൾ സ്ഥാനാർത്ഥിയായി എന്ന് പ്രഖ്യാപിക്കപ്പെട്ടില്ലെങ്കിലും സ്ഥാനാർത്ഥിയാകും എന്ന ഉത്തമ വിശ്വാസത്തിലാണ് ഇവിടെ വന്നത്. നന്ദി, നമസ്കാരം. വർക്കൊക്കെ തുടങ്ങിയല്ലേ? വർക്ക് സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിലല്ല, ഇന്നലെ ഒരു റോഡ് ഷോ നടത്തിയിരുന്നു. ആ റോഡ് ഷോ UDFൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കുന്നുണ്ട്. ചാണ്ടി തന്നെയാണെന്ന് പാർട്ടി പ്രഖ്യാപിക്കും. അതൊന്നും ചോദിക്കണ്ട. സിറ്റിംഗ് MLA ക്ലിയർ ചെയ്തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാർട്ടി പ്രഖ്യാപിക്കും. വേറെ ചാണ്ടിക്ക് എന്തോ അതിർത്തി ഉണ്ടെന്നൊക്കെ വാർത്തകളുണ്ടായിരുന്നു കുടുംബത്തിൽ. നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റ് എന്താ തൊപ്പിട്ടത് വേണേ പറയാം. അത് കാരണം ദിവസം ഇതേപോലെ വാർത്തയാണ്. ഇത് എത്ര നാളായി? ഇത് ജനുവരി 4 തൊട്ട് തുടങ്ങിയ പരിപാടിയല്ലേ? നിങ്ങളിങ്ങനെ ഓരോ വാർത്തകൾ ദിവസം ഉണ്ടാക്കി. അതിൽ വസ്തുതയില്ല. എന്ത് വസ്തുത? എന്ത് വസ്തുത? ഏത് വസ്തുത? വേറെ ചോദിച്ചോ. നല്ല കൂടുതൽ